ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിന് നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച ബീഫാണ്. നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരച്ച് ചേർത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3 സവാള വലിയതാണ് വേണ്ടത്. പിന്നെ ബ്രെഡ് ക്രംസ്, ഇത് നമുക്ക് കോട്ട് ചെയ്യാനാണ്. പിന്നെ എഗ്ഗ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബീഫ് നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം. പിന്നെ ഒണിയൻ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് സവാള ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഏകദേശം സോട്ട് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്തിട്ട് പൊട്ടറ്റോ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്ത ബീഫ് ആഡ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലേവറിങ്ങിനായിട്ട് കുറച്ച് മല്ലി ഇതിനെക്കൊണ്ട് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റാം. പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായൊരു കട്ട്ലറ്റാണ്. അപ്പം വീട്ടിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.